ബിജെപി കേരള ഘടകം അധ്യക്ഷനായി മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ദേശീയ കൌൺസിലിലേക്കുള്ള അംഗങ്ങളെയും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി PS വിനയ് ചേരുകയാണ്. ജനാധിപത്യ രീതിയിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം അറിയിച്ചുകൊള്ളുന്നു. He has knowledge in technology, not only in technology, his contribution, support for the veterans, that is ex-defense people and their family, through the initiatives of Flag of Honor Foundation. He has given so many support to the ex-defense people in the country, many families, because whenever they are in need, Rajiv was there to help them. That is his quality. He is always open for new ideas. വിവരങ്ങളുമായി PS വിനയ ചേരുകയാണ്. വിനയ, കേൾക്കുന്നുണ്ടോ? എന്താണ് ഇന്നത്തെ ചടങ്ങിന്റെ വിശദാംശങ്ങൾ? സംസ്ഥാന കൌൺസിൽ യോഗം ഇവിടെ പുരോഗമിക്കുകയാണ്. സംസ്ഥാന കൌൺസിലിൽ ആദ്യം രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു. കേരളത്തിലെ BJPയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് പ്രഖ്യാപനം നടത്തിയത്. തുടർന്ന് ഈ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിന് കൈമാറുകയുണ്ടായി. അതായത് രാജീവ് ചന്ദ്രശേഖർ ഇനി മുതൽ ഔദ്യോഗികമായി തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറിയിരിക്കുന്നു. അതിനുശേഷം ഈ സംസ്ഥാനത്ത് ഇതുവരെ BJPയുടെ സംഘടനാ തലത്തിൽ നടന്നിരിക്കുന്ന ബൂത്ത് തലം മുതൽ ജില്ലാ തലം മുതൽ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം തന്നെ വിവരങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഭാരവാഹികളുടെ പേരുകളും എല്ലാം പ്രഖ്യാപിച്ചു. ഇതിനെല്ലാം ശേഷം ദേശീയ കൌൺസിലിലേക്ക്, അതായത് BJP ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനായി ഒരു ദേശീയ കൌൺസിൽ കൂടി സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ ദേശീയ കൌൺസിലിലെ അംഗങ്ങളുടെ പേരുകളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരണാധികാരിയായിട്ടുള്ള നാരായണ നമ്പൂതിരി പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി തുടങ്ങിയവരോടൊപ്പം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളായ K. സുരേന്ദ്രൻ, V. മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരെല്ലാം തന്നെ ഈ ദേശീയ കൌൺസിലിലും അംഗങ്ങളാണ്. തുടർന്ന് സംസാരിച്ച പ്രഹ്ലാദ് ജോഷി സംസ്ഥാനത്ത് BJPയുടെ വോട്ട് ശതമാനം 20% എത്തിച്ചതിന് നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ BJP സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രന്റെ പ്രവർത്തന മികവിനെ പുകഴ്ത്തുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. മറ്റു രാഷ്ട്രീയ പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടായി. ആശാ വർക്കർമാരുടെ സമരം ഉൾപ്പെടെ പ്രഹ്ലാദ് ജോഷി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ കുറ്റമാണെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനമാണ് LDF സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആശാ വർക്കർമാർക്ക് നൽകാനുള്ള മുഴുവൻ ഫണ്ടും, അതായത് ആരോഗ്യ മേഖലയിൽ കേരളത്തിന് നൽകാനുള്ള മുഴുവൻ ഫണ്ടും കേന്ദ്രം നൽകിയതാണ്. എന്നിട്ടും ഓണറേറിയം ആശമാർ കൂട്ടിച്ചോദിക്കുമ്പോൾ കേന്ദ്രം ഫണ്ട് നൽകിയിട്ടുള്ള എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായമാണ് കേരള സർക്കാർ പറയുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറിന്റെ പ്രസംഗത്തിന് ശേഷം സഹപ്രഭാരിയായിട്ടുള്ള അപരാജിത സാരംഗിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും സംസ്ഥാന പ്രസിഡന്റായി, സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഈ പ്രവർത്തകരെയും മറ്റുള്ളവരെയും എല്ലാം അഭിസംബോധന ചെയ്യുക. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. PS വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.